ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്സ ദോശൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്കായും ഡിന്നറായും ഏത് നേരത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പിസ്സ ദോശയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തത് ഇഡ്ഡലി ദോശ റൈസാണ്. ഒന്നുകിൽ ആ ഒരു റൈസ് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നല്ല പച്ചരി നോക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് ഇത് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അരിയെല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിക്കോളും. അങ്ങനെ അരി കുതിരാനായിട്ട് വെച്ചിട്ട് ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരിയും ഉഴുന്നും എല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് ആ ഒരു കപ്പിന് തന്നെ 1.5 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. ചോറില്ലെങ്കിൽ അവിൽ ചേർത്ത് കൊടുത്താൽ മതി. 1.5 കപ്പ് അവിലെടുത്തിട്ട് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാനിതുപോലെ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത അരി ഇട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കേണ്ടി വരും. അങ്ങനെ കുറച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരി കൂടെ ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അങ്ങനെ അരി മുഴുവനും അരച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അരി അരച്ച മിക്സീൻ്റെ ജാറിൽ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ ഇത് പൊങ്ങി കിട്ടാനൊക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് നമ്മുടെ ഇഡ്ഡലിക്ക് അരക്കുന്ന അത്ര കട്ടിയിൽ വേണ്ട. ഈ ഒരു ലൂസിലാണ് ദോശക്കുള്ള ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഒരു 8 മണിക്കൂറോളം വെക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി കിട്ടും. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്കനുസരിച്ചിട്ട് പൊളിച്ച് പൊങ്ങുന്നതിൽ സമയമൊക്കെ വ്യത്യാസം വരും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ചൂടുള്ള സ്ഥലത്താകെ ഒരു 8 മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി കിട്ടും. തണുപ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ ആവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെ മാവ് നമ്മൾ പൊളിച്ച് പൊങ്ങാനായിട്ട് വെച്ചിട്ട് ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ദോശ നല്ല ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത്. ദോശൻ്റെ ബാറ്റർ ഈ ഒരു ലൂസിലാണ് വേണ്ടത്. അഥവാ കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഈ ഒരു ലൂസിലാക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ദോശ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങളെ ദോശക്കല്ലിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നേരിയതായിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക.
അങ്ങനെ ഇതുപോലെ നല്ല നേരിയതായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് മുകൾ ഭാഗം ഒന്ന് റെഡിയായി വരുന്ന കാണുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, 3 കളറിലുള്ള ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക് എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെല്ലാം കയ്യിലുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളിയും തക്കാളി ആണെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസും സോസും ബട്ടറും എല്ലാം ദോശൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, അതും ദോശൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ചീസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോവും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ദോശയെല്ലാം നല്ല ക്രിസ്പിയായി ഈ ചീസ് മെൽറ്റാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായി കിട്ടും. ചെറിയ തീയിൽ വെക്കുക കേട്ടോ, തീ അധികം കൂട്ടി വെക്കണ്ട. അങ്ങനെയാകുമ്പോൾ ചീസ് മെൽറ്റാകുമ്പോഴത്തേക്ക് ദോശൻ്റെ അടിഭാഗം നന്നായിട്ട് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ചീസ് മെൽറ്റാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചീസ് മെൽറ്റാകുമ്പോഴത്തേക്ക് ദോശൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടും. അങ്ങനെ ചീസെല്ലാം മെൽറ്റായി ദോശയെല്ലാം നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓട്ടിൽ നിന്ന് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഒരെണ്ണം കൂടെ ചുടുന്നത് കാണിക്കാം. പിന്നെ ഈ സെയിം ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല വെള്ളയപ്പവും അതുപോലെ ഇഡ്ഡലിക്കാണ് അരക്കുന്നതെങ്കിൽ വെള്ളം കുറച്ച് നല്ല അടിപൊളി ഇഡ്ഡലിയും പൂപോലെ സോഫ്റ്റായ വെള്ളയപ്പവും അതുപോലെ അപ്പം അതെല്ലാം ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ദോശ കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓട്ടിൽ നിന്ന് തന്നെ പിസ്സ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പീസ് എടുത്തിട്ട് നല്ല സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ പിസ്സ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കറീൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചട്നി കഴിക്കാവുന്നതാണ്. ചട്നിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാം ഇതിലുണ്ടല്ലോ. പിന്നെ ഞാൻ കുറച്ച് മയോണീസ് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. മയോണീസും ചേർത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കൂട്ടിയിട്ട് കഴിക്കുക. ചീസൊക്കെ ഇട്ടതാകുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.